ഹായ്, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നിരന്തരം ഇങ്ങനെ ഓരോ ടോപ്പിക്സ് അത്യാവശ്യം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ എൻ്റെ സമയക്കുറവുണ്ട്. എനിക്ക് അത്രത്തോളം ക്ലാസ്സുകൾ എനിക്ക് എടുത്തു തരാൻ പറ്റുന്നില്ല. എന്തായാലും പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് ഞാൻ ന്യൂട്രീഷനിലും നഴ്സിംഗ് ഫൗണ്ടേഷനിലും പറ്റുന്നിടത്തോളം നിങ്ങൾ എക്സാം വരെയും നിങ്ങൾ ആവശ്യമുള്ള ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി വിടുക, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് എനിക്ക് അതിൽ കൂടുതൽ തവണ വരുന്ന പോയിന്റ്സുകളെല്ലാം അല്ലെങ്കിൽ ആ പോർഷൻസ് എല്ലാം ഞാൻ എടുത്തു തരാം. പറ്റുന്നിടത്തോളം മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് കുറേ കുട്ടികൾ ചോദിച്ചൊരു പോർഷനാണ് നഴ്സിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചു. സെക്കൻഡ് ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നിങ്ങളുടെ സെക്കൻഡ് സെമിസ്റ്ററിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് എക്സാം വരുന്നത്. അപ്പോൾ എ പാർട്ടും ബി പാർട്ടും ഒന്നും തിരിച്ചിട്ടല്ല, രണ്ടും കൂടെ ചേർത്തിട്ട് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം. അപ്പോൾ അതിൽ എസ്സേ ടോപ്പിക്കായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് നഴ്സിംഗ് പ്രോസസ്. നിങ്ങളുടെ സിലബസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ, ഒരു ചാപ്റ്ററാണ് നഴ്സിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. നഴ്സിംഗ് കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നഴ്സിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇന്ന് ഞാനത് അത്യാവശ്യം നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ ഒരു എസ്സേ, നഴ്സിംഗ് പ്രോസസ്സിന്റെ എസ്സേ ചോദിച്ചാൽ എന്തൊക്കെ എഴുതണം അത് കണക്കാക്കി ഞാനിവിടെ പറഞ്ഞു തരാം. അതിന് 2 മാർക്ക് ക്വസ്റ്റ്യൻസോ 1 മാർക്ക് ക്വസ്റ്റ്യൻസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എഴുതാനും 10 മാർക്ക് എസ്സേക്കും വേണ്ടിയിട്ടുള്ള കണക്കാക്കിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മുൻപേ ഉള്ള പോർഷൻസ് ഒക്കെ ക്ലാസ്സുകൾ എടുത്തതൊക്കെ കാണാതെ, കാരണം ഞാൻ പല വീഡിയോസും ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിന്റെ പല വീഡിയോസും നമ്മുടെ പ്ലേലിസ്റ്റിലൊന്നും ആഡ് ചെയ്യാതെ പഴയ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ സിലബസ് ഏത് തന്നെയായാലും ഏത് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾ പഠിക്കുന്നത് നഴ്സിംഗ് ആണ്. അത് ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ നഴ്സിംഗ് പഠിച്ചാലും, ഇനി നിങ്ങൾ പുറം രാജ്യത്ത് നഴ്സിംഗ് പഠിച്ചാലും പഠിക്കുന്ന ഈ ടോപ്പിക്കുകളെല്ലാം സെയിം ആണ്. എവിടെ നഴ്സിംഗ് പഠിച്ചാലും ഈ ഒരു സെയിം അനാട്ടമി, ഫിസിയോളജിയും സോഷ്യോളജി, സൈക്കോളജി, സൈക്കാട്രി, പീഡിയാട്രിക്സ്, നഴ്സിംഗ് മാനേജ്മെന്റ്, റിസർച്ച്, ഈ സെയിം സബ്ജക്ട്സും സെയിം ടോപ്പിക്സും സെയിം ബുക്സും തന്നെയാണ് നമ്മൾ എല്ലായിടത്തും പഠിക്കുന്നത്. പിന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ടൈം, പിന്നെ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ, ചില യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ 75 മാർക്സിന് എക്സാം നടത്തും, ചിലയിടത്ത് ചിലപ്പോൾ 100 മാർക്സിന് എക്സാം നടത്തും, ചിലപ്പോൾ 80 മാർക്സിന് എക്സാം നടത്തും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വളരെ റെയർ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ കാണാറുണ്ട്. ബാക്കിയുള്ളിടത്ത് എല്ലാം, കാരണം ഇതെല്ലാം INC, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ച സിലബസ് ആണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് സെയിം ഫോർ ഓൾ. അല്ലാതെ നിങ്ങൾ KUHS ആണോ, RGUHS ആണോ, അല്ലെങ്കിൽ ആന്ധ്രയിലുള്ള ഏതെങ്കിലും MGR യൂണിവേഴ്സിറ്റി ആണോ, അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഇസ് എവറിഥിങ് സെയിം ഫോർ യു ഓൾ. ഓക്കെ, ഇഫ് യു ആർ സ്റ്റഡിങ് ഫോർ എ നഴ്സിംഗ് and then it is useful for you all. Okay, our channel and all videos are useful for your studies. Okay, so don't skip the video. If you like the video, please like it, and if you didn't subscribe till now, if it is useful, please subscribe it and share with your friends also. Okay, now we will start nursing process. Already നിങ്ങൾ ക്ലാസ്സിൽ തന്നെ എന്താണ് നഴ്സിംഗ് പ്രോസസ്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് നഴ്സിംഗ് കെയർ പ്ലാൻസ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. ഫീവർ ഉള്ള പേഷ്യൻസിനുള്ള കെയർ പ്ലാൻ, ഡയറിയ ഉള്ള പേഷ്യൻസിനുള്ള കെയർ പ്ലാൻ, കോൺസ്റ്റിപ്പേഷൻ ഉള്ള പേഷ്യൻസിനുള്ള കെയർ പ്ലാൻ, അല്ലെങ്കിൽ പോസ്റ്റ്നേറ്റൽ മദറിനുള്ള കെയർ പ്ലാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കെയർ പ്ലാൻസ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ തയ്യാറാക്കി നിങ്ങളവിടെ ബ്ലൈൻഡ് ആയിട്ട് എഴുതി വെച്ച സ്റ്റേജസ് ഓരോന്നും വിശദീകരിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, കേട്ട് മനസ്സിലാക്കി ചുരുക്കി എഴുതുക. അപ്പോൾ ആദ്യം ഡെഫിനിഷൻ ആകുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, അത് കഴിഞ്ഞ് ഡെഫിനിഷൻ കൊടുക്കണം. ഇവിടെ ഞാൻ ആ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്, നഴ്സിംഗ് പ്രോസസ്സിന്റെ ഡെഫിനിഷൻ. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ നഴ്സിംഗ് പ്രോസസ്? ഈസ് എ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ്. നഴ്സിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ്. എന്താണ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ? പെട്ടെന്നുള്ള, എമർജൻസി, അർജന്റ് എന്നുള്ള അർത്ഥമാണ്. അർജന്റ് അല്ലെങ്കിൽ എമർജൻസി എന്നുള്ള അർത്ഥമാണ് നമ്മുടെ ക്രിട്ടിക്കൽ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. ക്രിട്ടിക്കലി തിങ്കിങ്. ഓക്കെ, വളരെ പെട്ടെന്ന് നമ്മൾ തിങ്ക് ചെയ്ത് ഒരു കാര്യം തീരുമാനിക്കുന്നത്, അതാണ് നമ്മുടെ ഈ നഴ്സിംഗ് പ്രോസസ്സിൽ വരുന്നത്. ദാറ്റ് പ്രൊഫഷണൽ നഴ്സസ് യൂസ് ടു apply the best available evidence to caregiving and promoting human functions. നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആസ് എ പ്രൊഫഷണൽ നേഴ്സ്, ഒരു പ്രൊഫഷണൽ നേഴ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസുകൾ വെച്ചിട്ട് കെയർ കൊടുക്കുന്നു. ഒപ്പം മനുഷ്യന്റെ
ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദെയർ ഹെൽത്ത് ആൻഡ് ഇൽനെസ്. അവരുടെ ആരോഗ്യവും അസുഖങ്ങൾക്കും അനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിലുള്ള കെയർ കൊടുക്കുന്നു. അതാണ് നഴ്സിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ് ദാറ്റ് ആരാണ് ചെയ്യുന്നത്? പ്രൊഫഷണൽ നഴ്സസ്. ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്ന ആരാണ്? പ്രൊഫഷണൽ നഴ്സസ് ആണ്. ഇറ്റ് യൂസസ് ടു എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു അപ്ലൈ ദ ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടു കെയർ ഗിവിങ് ആൻഡ് പ്രൊമോട്ടിങ് ഹ്യൂമൻ ഫങ്ഷൻസ്. കെയർ കൊടുക്കാനും ഹ്യൂമൻ ഫങ്ഷൻസ് പ്രൊമോട്ട് ചെയ്യാനും ബേസ്ഡ് ഓൺ എന്തിനെ ബേസ്ഡ് ചെയ്തിട്ടാണ്? റെസ്പോൺസസ് ടു ഹെൽത്ത് ആൻഡ് ഇൽനെസ്. ഹെൽത്തിനും ഇൽനെസ്സിനും റെസ്പോണ്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കെയർ കൊടുക്കുന്നു. അതാണ് നഴ്സിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ആര് പറഞ്ഞ ഡെഫിനിഷനാണ്? അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ. ഓക്കെ, ഇത് മനസ്സിലായില്ലെങ്കിൽ സാരമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഇവിടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. നഴ്സിംഗ് പ്രോസസ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് കെയർ ടു ദ ക്ലയൻസ്. നഴ്സിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ്. ഓക്കെ, അതൊരു വളരെ ഓർഡർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്ലയൻസിന് കെയർ കൊടുക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? നഴ്സിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ നഴ്സിംഗ് പ്രോസസ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് പ്ലാനിങ് ആൻഡ് പ്രൊവൈഡിങ് ഇൻഡിവിജ്വലൈസ്ഡ് നഴ്സിംഗ് കെയർ. ഓരോ വ്യക്തിക്കും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് കെയർ കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നഴ്സിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ പർപ്പസസ് ഓഫ് നഴ്സിംഗ് പ്രോസസ്? ഫസ്റ്റ് വൺ, ടു ഐഡന്റിഫൈ a client's health status. First one, we have to identify patient's health status. ഒരു ക്ലയന്റിന്റെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ആരോഗ്യ നിലവാരം അല്ലെങ്കിൽ പേഷ്യന്റ് സ്ഥിതി, ഇപ്പൊ ആരോഗ്യ നിലവാരം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. അതും എന്തിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്? നഴ്സിംഗ് പ്രോസസ്സിലുള്ള ഒരു സ്റ്റെപ്പാണ്. ആൻഡ് ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ ഹെൽത്ത് കെയർ പ്രോബ്ലംസ് ഓർ നീഡ്സ്. പ്രധാനമായിട്ട് പേഷ്യന്റ് യഥാർത്ഥത്തിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ള പൊട്ടൻഷ്യൽ ഹെൽത്ത് കെയർ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, മറ്റ് ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അത് പ്രധാനമായിട്ടും നഴ്സിംഗ് പ്രോസസ്സിന്റെ ഒരു പർപ്പസ് ആണ്. ക്ലിയർ? രണ്ടാമത്തെ പർപ്പസ്, ടു എസ്റ്റാബ്ലിഷ് പ്ലാൻസ് ടു മീറ്റ് ദ ഐഡന്റിഫൈഡ് നീഡ്സ്. നമ്മൾ മനസ്സിലാക്കിയ ആ നീഡ്സുകളെല്ലാം മീറ്റ് ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കുക. ടു എസ്റ്റാബ്ലിഷ് പ്ലാൻസ്. ഓക്കെ, പ്ലാൻസ് തയ്യാറാക്കുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ ഐഡന്റിഫൈ ചെയ്ത നീഡ്സുകൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ഡെലിവർ സ്പെസിഫിക് നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ടു മീറ്റ് ദോസ് നീഡ്സ്. നമ്മൾ പ്ലാൻ ചെയ്ത് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടെ ഇന്റർവെൻഷൻസ് നടപ്പിലാക്കുക. ടു ഡെലിവർ സ്പെസിഫിക് നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ടു മീറ്റ് ദോസ് നീഡ്സ്. നമ്മൾ ആദ്യം അവരുടെ ആവശ്യകതകൾ അല്ലെങ്കിൽ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം അതിനുള്ള പ്ലാൻ തയ്യാറാക്കുന്നു. അത് സോൾവ് ചെയ്യാനുള്ള പ്ലാൻ തയ്യാറാക്കുന്നു. അത് അടുത്ത് എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ ഏതിലൂടെയാണ്? നഴ്സിംഗ് പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, ഇത്രയാണ് പർപ്പസസ് ഓഫ് നഴ്സിംഗ് പ്രോസസ്. നെക്സ്റ്റ്, what are the components of nursing process? That means steps. Okay, ഏതൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മുടെ നഴ്സിംഗ് പ്രോസസ്സിനകത്തുള്ളത്? It involves assessment. First one is assessment, that is data collection or assessment. Second one is നഴ്സിംഗ് ഡയഗ്നോസിസ്. നമ്മൾ ആദ്യം പേഷ്യന്റിനെ അസസ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിച്ച് നഴ്സിംഗ് ഡയഗ്നോസിസ് തയ്യാറാക്കുന്നു. അതിനുശേഷം നമ്മൾ ആ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദീസ് ആർ ദ കമ്പോണൻസ് ഓഫ് nursing process. Okay, what are all the components of a nursing process? Assessment, nursing diagnosis, planning, implementation and evaluation. These are the components of nursing process. ഇത് ഓരോന്നുമാണ് നമ്മൾ ഇനി ഇവിടെ വിശദീകരിച്ച് പഠിക്കാൻ പോകുന്നത്. ഇവിടെയുണ്ട് നമ്മുടെ നഴ്സിംഗ് പ്രോസസ്സിന്റെ കമ്പോണൻസ്. ഫസ്റ്റ് വൺ അസസ്മെന്റ്, സെക്കൻഡ് വൺ. അപ്പൊ നിങ്ങൾ എസ്സേ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലൊരു പിക്ചർ ഒക്കെ വരച്ച് സെൻട്രൽ നഴ്സിംഗ് പ്രോസസ്സ് ഒന്ന് കൊടുത്ത് അസസ്മെന്റ്, നഴ്സിംഗ് ഡയഗ്നോസിസ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ ഇങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നല്ലതാണ് നമുക്ക് എസ്സേ പ്രസന്റ്. 10 മാർക്കിന്റെ എസ്സേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, വളരെ നല്ല കാര്യമാണ്.
ഓക്കെ, എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നഴ്സിംഗ് പ്രോസസ്സ് നോക്കാം. ഓക്കെ, എന്താണ് അതിന്റെ പ്രത്യേകതകൾ, അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നഴ്സിംഗ് പ്രോസസ്സിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് സൈക്ലിക്. ഓക്കെ, നമ്മുടെ ഇവിടെ കണ്ടതുപോലെ ഇറ്റ് ഈസ് സൈക്ലിക്. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ തന്നെ വീണ്ടും വന്ന് എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇറ്റ് ഈസ് നോൺ എസ് സൈക്ലിക് ആൻഡ് ഡൈനാമിക് ഇൻ നാച്ചർ. ഒക്കെ, നമുക്ക് ഓരോ സ്റ്റേജസിനനുസരിച്ചുള്ള ചേഞ്ചസും വരുന്നതാണ്. ഡൈനാമിക് ഇൻ നാച്ചർ. ഓക്കെ, അതുപോലെ തന്നെ ക്ലയന്റ് സെന്റേഡ്. കാരണം നമ്മൾ എപ്പോഴും ഈ നഴ്സിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്ലയന്റ് സെന്റേഡ് അല്ലെങ്കിൽ പേഷ്യന്റ് സെന്റേഡ്. അതായത് എപ്പോഴും നമ്മൾ അവിടെ പ്രധാനപ്പെട്ട ആളായിട്ട് കരുതുന്നത് പേഷ്യന്റിനെയാണ്. പേഷ്യന്റിന്റെ ആവശ്യകതകൾ, പേഷ്യന്റിന്റെ ഹെൽത്ത്, പേഷ്യന്റിന്റെ നീഡ്സ്, പേഷ്യന്റിന്റെ ഫുൾഫിൽമെന്റ്, പേഷ്യന്റിന്റെ കെയർ, പേഷ്യന്റ് അസസ്മെന്റ്, ഇങ്ങനെ ക്ലയന്റ് സെന്റേഡ്നെസ് ആണ് ഇതിന്റെ ഒരു മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇറ്റ് ഫോക്കസസ് ഓൺ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പ്രധാനമായിട്ട് നഴ്സിംഗ് പ്രോസസ്സ് എന്തിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിലും രണ്ടാമത് ഡിസിഷൻ മേക്കിങ്ങിലും. ആദ്യം നമ്മുടെ എന്തൊക്കെ പ്രോബ്ലംസ് ആണെന്നൊന്ന് മനസ്സിലാക്കുന്നു, അതിനുശേഷം അത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നു. പിന്നെ പ്രധാനമായിട്ട് മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങും മറ്റൊരു ലക്ഷ്യം ആണ്. ഓക്കെ, ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇന്റർപേഴ്സണൽ ആൻഡ് കൊളാബറേറ്റീവ് സ്റ്റൈൽ. അതായത് നമ്മുടെ നഴ്സിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദർ ഷുഡ് ബി കോപ്പറേഷൻ വിത്ത് അതർ ടീം മെമ്പേഴ്സ് ഓൾസോ. ഓക്കെ, ഇന്റർപേഴ്സണൽ കൊളാബറേറ്റീവ് സ്റ്റൈലാണ് നമ്മുടെ നഴ്സിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത എന്താണ്? യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലോ ഒരു വാർഡിലോ ഒരു വ്യക്തിയിലോ ഒതുങ്ങുന്നതല്ല. ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ഇൻ യൂണിവേഴ്സ്. ടോട്ടൽ വേൾഡ് ഈസ് അക്സെപ്റ്റിംഗ്. ഓക്കെ, യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ആണ് എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നഴ്സിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യൂസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്ലിനിക്കൽ റീസണിങ്. നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്ലിനിക്കൽ റീസണിങ്ങും അവിടെ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ കൃത്യമായ രീതിയിൽ പേഷ്യന്റ് അസസ് ചെയ്ത് അവിടുത്തെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിനെ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കി അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് കൃത്യമായ രീതിയിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്ലിനിക്കൽ റീസണിങ്ങും വേണം. ഓക്കെ, ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നഴ്സിംഗ് പ്രോസസ്. വാട്ട് ആർ ദേ? സൈക്ലിക്, ഡൈനാമിക് നാച്ചർ, client centeredness, focus on problem solving and decision making, interpersonal and collaborative style, and universal applicability. The last one is use of critical thinking and clinical reasoning. Okay, നമ്മൾ ഇനി അതിട്ട് ഇതിന്റെ ഓരോ സ്റ്റെപ്സിലോട്ട് പോവുകയാണ്, കമ്പോണൻസിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് കമ്പോണന്റ് ഈസ് അസസ്മെന്റ്. ഓക്കെ, ഇതിലുള്ള ഈ അസസ്മെന്റിൽ നിന്ന് തന്നെ 2 മാർക്ക് ചോദിക്കാം. ഇത് ടോട്ടലി 5 മാർക്കിനും ചോദിക്കാം. ഓക്കെ, അതും പ്രത്യേകിച്ച് ആ ഒരു രീതിയിലും കൂടെ മനസ്സിലാക്കി വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് കമ്പോണന്റ് ഓഫ് നഴ്സിംഗ് പ്രോസസ് ഈസ് അസസ്മെന്റ്. ഓക്കെ, എന്തൊക്കെയാണ് അസസ്മെന്റിൽ വരുന്നത്? അസസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ 4 സ്റ്റെപ്പുകൾ. നിങ്ങൾക്ക് എസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് എഴുതാം. അസസിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് 4 steps. മെയിൻലി 4 details will come. What are they? Collecting data, organizing data, validating data, and documenting data. These 4 points will come under assessment or assessing. What are they? Collect data, organize data, validate data, and document data. We will see detailedly what is meant by assessment. Assessment is the systematic and continuous collection, organization, validation, documentation of data. Okay, നമ്മൾ കൃത്യമായ രീതിയിൽ ഓർഡർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡേറ്റ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. ഓർഗനൈസ് ചെയ്തതിനു ശേഷം അത് വാലിഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അസസ്മെന്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് കളക്ഷൻ, ഓർഗനൈസേഷൻ, വാലിഡേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് ഡേറ്റ ഓർ ഇൻഫർമേഷൻ. ക്ലിയർ? അസസ്മെന്റിന്റെ ഡെഫിനിഷൻ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് അസസ്മെന്റ്. ഇനി നമുക്ക് അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസിലോട്ട് പോകാം.
ടൈപ്സ് ഓഫ് അസസ്മെന്റ്, ഏതൊക്കെ ടൈപ്പ് അസസ്മെന്റ് ആണുള്ളത്. അപ്പോൾ ഇത് 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. മെയിൻലി ദർ ആർ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ്. ഓക്കെ, പ്രധാനമായിട്ട് 4 ടൈപ്പ് അസസ്മെന്റുകളാണ് ഉള്ളത്. അതിന്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അതിന് പേരും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ് 4 ടൈപ്പ് അസസ്മെന്റ്? ഇനിഷ്യൽ നഴ്സിംഗ് അസസ്മെന്റ്, പ്രോബ്ലം ഫോക്കസ്ഡ് അസസ്മെന്റ്, എമർജൻസി അസസ്മെന്റ്, ടൈം ലാപ്സ്ഡ് അസസ്മെന്റ്. മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഇത് രണ്ടെണ്ണം ഇട്ടിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഇട്ട് ചോദിക്കാം, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം, 10 മാർക്കിനും ചോദിക്കാം. ടോട്ടലി നഴ്സിംഗ് പ്രോസസ്സ് 10 മാർക്കിന് ചോദിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ ഇനിഷ്യൽ നഴ്സിംഗ് അസസ്മെന്റ്, അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ അടുത്ത് പറയുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും. രണ്ടാമത്തത് പ്രോബ്ലം ഫോക്കസ്ഡ് അസസ്മെന്റ്. തേർഡ് വൺ എമർജൻസി അസസ്മെന്റ്. ഫോർത്ത് വൺ ടൈം ലാപ്സ്ഡ് റീ അസസ്മെന്റ്. ഓക്കെ, ദിസ് ഈസ് റീ അസസ്മെന്റ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇനിഷ്യൽ നഴ്സിംഗ് അസസ്മെന്റ്. എന്താണ് അതിന്റെ അർത്ഥം? പെർഫോംഡ് വിത്തിൻ സ്പെസിഫൈഡ് ടൈം ആഫ്റ്റർ അഡ്മിഷൻ. ഓക്കെ, അഡ്മിഷൻ കഴിഞ്ഞ് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിഷൻ കഴിഞ്ഞ് വിത്തിൻ സ്പെസിഫൈഡ് ടൈം, അതൊരു കൃത്യമായ സമയത്തിലുള്ള അഡ്മിഷൻ കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത്, അത് തന്നെയാണ് ഈ ഇനിഷ്യൽ എന്നുള്ള വേർഡിന്റെ അർത്ഥം. ഇനിഷ്യലി നമ്മൾ ചെയ്യുന്ന നഴ്സിംഗ് അസസ്മെന്റ്, അതാണ് ഇനിഷ്യൽ നഴ്സിംഗ് അസസ്മെന്റ്. ആഫ്റ്റർ അഡ്മിഷൻ വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ഓർ വിത്തിൻ എ ഷോർട്ട് ടൈം we are doing a complete assessment. Okay, complete database collection, that is initial nursing assessment, to establish a complete database for problem identification, to know the problems of the patient immediately after admission. We will do a nursing assessment. This type of assessment is known as initial nursing assessment. So doctors will come and ask to us, patient, how was the patient when you received? ഓക്കെ, നിങ്ങൾ റിസീവ് ചെയ്ത സമയത്ത് പേഷ്യൻ്റ് എങ്ങനെയായിരുന്നു? ഡ്രൗസി ആയിരുന്നു, ടോക്കിംഗ് ആയിരുന്നു, വാക്കിംഗ് ആയിരുന്നു, ഓറിയന്റഡ് ആയിരുന്നു, കോൺഷ്യസ് ആയിരുന്നു, ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, വാട്ട് ടൈപ്പ് ഓഫ് ബ്ലീഡിംഗ് ഹി ഹാഡ്, വാട്ട് ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ഹി ഹാഡ്, വെയർ ഇറ്റ് ഈസ് ഡിസ്ലൊക്കേറ്റഡ്, വാട്ട് ആർ ദ വൈറ്റൽ സൈൻസ് വെൻ യു റിസീവ്ഡ്. Like that, they will ask so many questions to nurses. So we should assess the patient when we are receiving the patient. Okay, after admission we should assess the patient and we should explain up to the other healthcare professionals. Okay, this type of assessment is known as initial nursing assessment. Okay, for example, nursing admission assessment. Next, second type of assessment is problem focused assessment. The word itself, that heading itself, you will be clear what is the meaning of problem focused assessment. To determine the status of a specific problem ഐഡന്റിഫൈഡ് ഇൻ ആൻ ഏർലിയർ അസസ്മെന്റ്. ഓക്കെ, അതായത് നമ്മളൊരു പേഷ്യൻ്റ് അഡ്മിഷൻ ചെയ്തപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പേഷ്യൻറ്റിൻ്റെ തലയിൽ മുറിവുണ്ട്, ഹെഡ് ഇഞ്ചുറി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ കൈയും കാലും ഒക്കെ എല്ലാം അടുത്ത് അസസ് ചെയ്യാൻ പോകുന്നത് ആ സ്പെസിഫിക് ഹെഡ് ഇഞ്ചുറി എന്നുള്ള പ്രോബ്ലത്തിനെ ഫോക്കസ് ചെയ്ത് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്, ബ്ലീഡിങ്, ഫ്രാക്ചർ ഉണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻ്റ് വൈറ്റൽ സൈൻസ് എങ്ങനെയാണ്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ ഫോക്കസ് ചെയ്ത് ഡീറ്റെയിൽ അസസ്മെന്റ് നടത്തുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോബ്ലം ഫോക്കസ്ഡ് അസസ്മെന്റ്. ടു ഡിറ്റർമിൻ ദ സ്റ്റാറ്റസ് ഓഫ് എ സ്പെസിഫിക് പ്രോബ്ലം, ആ ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിൻ്റെ ആ ഒരു അവസ്ഥ എന്താണിപ്പോൾ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് അസസ് ചെയ്യുന്നു. അതിനെ എന്ത് പറയുന്നു? പ്രോബ്ലം ഫോക്കസ്ഡ് അസസ്മെന്റ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞാൽ, ഫീവർ ഉള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും? അവിടെ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യാം, അവർലി വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യില്ലേ. മറ്റു ഇൻഫെക്ഷസ് ഡിസീസ് ഒന്നും ഇല്ലാത്തത് വരുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ നമുക്കൊരു ഇൻഫെക്ഷസ് ഡിസോർഡർ ഉള്ള പേഷ്യൻ്റ് ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഫീവർ ഉള്ള പേഷ്യൻസ് ആകുമ്പോൾ അവർലി നമ്മളുടെ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യും. സോ പർട്ടിക്കുലർലി വി ആർ ഫോക്കസിങ് ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ പേഷ്യൻറ്റ്. Okay, that is mean by problem focused assessment. Next, third type is emergency assessment. The word itself you will understand, we are doing assessment during emergency situation. During emergency situation, to identify any life threatening situation, we will do an assessment
emergency. Okay, so urgently we will do an assessment. That type of assessment is known as emergency. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, പേഷ്യൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടു പോകാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വളരെ റാപ്പിഡ് ആയിട്ട് ചെയ്യുന്ന അസസ്മെന്റ്, അതിനാണ് എമർജൻസി അസസ്മെന്റ് എന്ന് പറയുന്നത്. Okay, rapid assessment of an individual's airway, breathing status and circulation ഡ്യൂറിങ് എ കാർഡിയാക് അറസ്റ്റ്. പെട്ടെന്ന് പേഷ്യൻ്റെ ഹാർട്ട് റേറ്റ് ഇല്ല, പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേഷ്യൻ്റ് അവിടെ എയർവേസ് പാറ്റൻ്റ് ആണോ നോക്കണം, ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കണം, സർക്കുലേഷൻ ഉണ്ടോ നോക്കണം. ദെൻ സഡൻലി വി ഹാവ് ടു സ്റ്റാർട്ട് CPR. അതർവൈസ് നമ്മളവിടെ ഡീറ്റെയിൽ അസസ്മെന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമോ? ഇല്ല. ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മൾ എമർജൻസി അസസ്മെന്റ് മാത്രമാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള അസസ്മെന്റ് എന്ത് പറയുന്നു? എമർജൻസി അസസ്മെന്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, ടൈം ലാപ്സ്ഡ് അസസ്മെന്റ്. എന്താണ് ടൈം ലാപ്സ്ഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു പ്രാവശ്യം നമ്മൾ അസസ് ചെയ്തു, പിന്നെ കുറച്ച് കഴിഞ്ഞ്, ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞ്, ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും അത് കാര്യങ്ങൾ, അതിൻ്റെ നിലവാരം, വീണ്ടും അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടി, പ്രീവിയസിൻ്റെ കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി നമ്മൾ അസസ് ചെയ്യുന്നു. വീണ്ടും അതൊരു ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അസസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള അസസ്മെന്റ് നമ്മൾ എന്ത് പറയുന്നു? ടൈം ലാപ്സ്ഡ് അസസ്മെന്റ് എന്ന് പറയുന്നു. Several months after initial assessment, to compare the client's current health status with the data previously obtained, we will do an assessment. Okay, നമ്മൾ ഒരു അസസ്മെന്റ് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ, കുറച്ച് സമയം കഴിഞ്ഞ് പഴയ ഡേറ്റയും പുതിയ ഡേറ്റയും വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടി വീണ്ടും അസസ് ചെയ്യുന്നു, ഒരു ടൈം ഗ്യാപ്പ് വെച്ചിട്ട്. അതിനെയാണ് ടൈം ലാപ്സ്ഡ് റീ അസസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 4 ടൈപ്പ് അസസ്മെന്റ് ഏതൊക്കെയാണ്? ഇനിഷ്യൽ നഴ്സിംഗ് അസസ്മെന്റ്, problem focused assessment, emergency assessment, time lapsed re-assessment. Clear? നെക്സ്റ്റ് വൺ, ഇപ്പം ഞാൻ പറഞ്ഞു ഇത് നമ്മൾ 4 ടൈപ്പ് അസസ്മെന്റ് ആണ്. ഇനി അസസ്മെന്റിനകത്ത് 4 സ്റ്റെപ്സ് വരുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, വി വിൽ കളക്ട് ദ ഡേറ്റ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കളക്ഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ കളക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗാദറിംഗ് ഇൻഫർമേഷൻ about a client's health status. Collection of data, same thing. Okay, collection of data എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are collecting the data. Okay, gathering information. It's a process of gathering information about client's health status. പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസിനെ കുറിച്ച് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യുന്നു. അതിനെയാണ് കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഹെൽത്ത് ഹിസ്റ്ററി, പേഷ്യന്റെ കുറിച്ചുള്ള പഴയ ഇൻഫർമേഷൻസ്, ഫിസിക്കൽ എക്സാമിനേഷൻ, റിസൾട്ട് ഓഫ് ലബോറട്ടറി ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് മെറ്റീരിയൽ കോൺട്രിബ്യൂട്ടഡ് ബൈ അതർ ഹെൽത്ത് പേഴ്സണൽ. ഓക്കെ, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, പഴയ ഫാമിലി ഹിസ്റ്ററി, ഹെൽത്ത് ഹിസ്റ്ററി, പിന്നെ ഫിസിക്കൽ എക്സാമിനേഷനിലുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ലാബ് റിസൾട്ടുകളോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളോ എന്തെങ്കിലും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ ഇൻഫോർമേഷൻസ് ഒന്ന് കളക്ട് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഈ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഡേറ്റ, 2 ടൈപ്പാണ് പ്രധാനമായിട്ട് പറയുന്നത്. 2 ടൈപ്പ് ഏതൊക്കെ? 2 ടൈപ്സ് ഏതൊക്കെയാണ്? സബ്ജക്റ്റീവ് ഡേറ്റയും ഉണ്ട്, ഒബ്ജക്റ്റീവ് ഡേറ്റ ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് പേഷ്യന്റ് ഡീറ്റെയിൽസ് കിട്ടുന്നത്? ഒന്ന് പേഷ്യന്റിൽ നിന്നും, പിന്നെ പേഷ്യന്റ് റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്നും, അല്ലെ? അപ്പോൾ ഇവിടെ സബ്ജക്റ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് എന്തൊക്കെയാണോ പറയുന്നത്, പേഷ്യന്റിന് അനുഭവിക്കാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത്, പേഷ്യന്റിന് മാത്രം അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ജക്റ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അത് ചിലപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സബ്ജക്റ്റീവ് ഡേറ്റ ആൻഡ് ഒബ്ജക്റ്റീവ് ഡേറ്റ ചോദിക്കാം. Subjective means here who is the subject? That is our patient. Also referred to as symptoms or covered data are clear only to the person affected. അതിന് ഒരു ഡിസീസിനെ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രം അനുഭവിക്കാൻ അറിയാനും പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതായത് പേഷ്യൻ്റാണ് പറയുന്നത് ചൊറിച്ചിലുണ്ട്, അടുത്ത് നിൽക്കുന്നവർക്ക് പറയാൻ പറ്റുമോ പേഷ്യന്റ് ചൊറിച്ചിലുണ്ടെന്ന്? ഇല്ല. ചൊറിയുന്നവനല്ലേ അറിയാൻ പറ്റുള്ളൂ ചൊറിച്ചിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വേദനയുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുന്നതാണോ? ഇല്ല, അത് അനുഭവിക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഫീലിങ്സ് ഓഫ് വറി, അല്ലെ, സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, ഇതൊക്കെ എന്താണ്? ആ ഒരു വ്യക്തിക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെ സബ്ജക്റ്റീവ് ഡേറ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് ഒബ്ജക്റ്റീവ് ഡേറ്റ? സെയിം തിങ്, വാട്ട് വി ക്യാൻ ഒബ്സർവ് ഓർ അതേഴ്സ് ക്യാൻ ഒബ്സർവ്, that is objective data. Also referred to as signs and or overt data are detectable by an observer. It can be detectable by only an observer or can be measured
ഓർ ടെസ്റ്റഡ് അഗൈൻസ്റ്റ് ആൻ അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ്. അതായത് മറ്റൊരാൾക്ക് കാണാനോ മെഷർ ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ പറ്റുന്ന ഒരു കാര്യം കാണുക, കേൾക്കുക, ഫീൽ ചെയ്യുക, സ്മെൽ ചെയ്യുക, ഈ രീതിയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഒബ്സർവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ റീഡിങ്, ഇതൊക്കെ നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇവയെല്ലാം ഒബ്ജക്റ്റീവ് ഡേറ്റയ്ക്കകത്താണ് വരുന്നത്. ഓക്കെ, കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഡേറ്റ, കളക്ഷൻ ഓഫ് ഡേറ്റ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഡേറ്റ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സബ്ജക്റ്റീവ് ഡേറ്റയും ഉണ്ട്, ഒബ്ജക്റ്റീവ് ഡേറ്റയും ഉണ്ട്. ഇനി ഈ ഡേറ്റ നമുക്ക് ആരിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഴ്സസ് എന്ന് പറയുന്നത്. സോഴ്സസ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ. നമ്മൾ നേരത്തെ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് പറഞ്ഞതുപോലെ തന്നെ സോഴ്സസ് ഓഫ് ഡേറ്റ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. സോഴ്സസ് ഏതൊക്കെയാണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഡയറക്റ്റ് സോഴ്സ്, ദാറ്റ് മീൻസ് ഫ്രം ദ പേഷ്യന്റ്. നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണോ പേഷ്യന്റിൽ നിന്ന് കിട്ടുന്നത് അതിനെ പ്രൈമറി സോഴ്സ്, അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് തന്നെയാണ്. ഇനി എന്താണ് സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് സോഴ്സ്, അതായത് ഓൾ അതർ സോഴ്സസ് ദാൻ ക്ലയന്റ്, അല്ലെങ്കിൽ പേഷ്യന്റ് അല്ലാതെയുള്ള മറ്റെല്ലാ സോഴ്സസും, ലൈക്ക് ഫാമിലി മെമ്പേഴ്സ്, health professionals, records and reports, laboratory reports, diagnostic result, and these all come under secondary sources of data. Primary source means only the patient. Okay, secondary source means all other sources than client. Secondary sources. These are the two types of sources of data. Okay, how you are collecting data, methods of data collection. അതായത് നമ്മൾ എങ്ങനെയാണ് പേഷ്യന്റിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നത്, നമുക്ക് പല മെത്തേഡുകളിൽ ചെയ്യാം. ഫസ്റ്റ് വൺ, ഒബ്സർവ് ചെയ്യുക. നമുക്ക് നേരിട്ട് പേഷ്യന്റിനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ സെൻസസ് യൂസ് ചെയ്ത് കണ്ണ് കാണുകയോ കേൾക്കുകയോ മണക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് അവിടെ അറിയാൻ പറ്റും. ദിസ് ഇസ് ഫസ്റ്റ് മെത്തേഡ്. അതിന് ഒരുപാട് ഡീറ്റെയിൽസിലോട്ട് പോകണ്ട, പക്ഷെ ഇത്രയും അറിഞ്ഞിരിക്കാം. മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ, ഒരു മെത്തേഡ് ഒബ്സർവേഷൻ. രണ്ടാമത്തത് ഇന്റർവ്യൂ, അതായത് നമ്മൾ പേഷ്യന്റിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, പേഷ്യന്റ് കോൺവെർസേഷനിലൂടെ ഓർ ത്രൂ ദ പ്ലാൻഡ് കമ്മ്യൂണിക്കേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർവ്യൂ എന്ന് പറയും. നമ്മൾ പേഷ്യന്റിനെയോ പേഷ്യന്റ് റിലേറ്റീവ്സിനെയോ ഒക്കെ ഫ്രണ്ടിലിരുത്തി അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഇന്റർവ്യൂ മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂവിന്റെ ടൈപ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും നോക്കിയില്ലെങ്കിലും പ്രശ്നമല്ല. ഇനി സ്റ്റേജസ് ഓഫ് ഇന്റർവ്യൂ ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്, അതൊന്നും നമുക്ക് ഇവിടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ എക്സാമിനേഷൻ, ഫിസിക്കൽ എക്സാമിനേഷനോട് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും അല്ലെ. കാണുക, കേൾക്കുക, പെർക്കഷൻ ചെയ്യുക, പാൽപേഷൻ ചെയ്യുക, ഓസ്കൾട്ടി, ഹെൽത്ത് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ള സ്റ്റെപ്സ് ഒക്കെ ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ, അങ്ങനെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് മെത്തേഡ്സ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ആയപ്പോൾ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നതായി. അതായത് ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം എന്തൊക്കെയാണ് നമ്മൾ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് കളക്ഷൻ ഓഫ് ഡേറ്റ, ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. അതിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് ഡേറ്റ ഉണ്ട്, ഒബ്ജക്റ്റീവ് ഡേറ്റ ഉണ്ട്. അത് സോഴ്സസ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ അതിനെ പ്രൈമറി സോഴ്സസ് എന്നും സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നു. ഇനി കളക്ട് ചെയ്യുന്ന മെത്തേഡ് പ്രധാനം, ഒന്ന് ഒബ്സർവേഷൻ, രണ്ടാമത് ഇന്റർവ്യൂ, മൂന്നാമത് എന്താണ്, എക്സാമിനേഷൻ. ഓക്കെ, പല എക്സാമിനേഷൻസിലൂടെ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ കളക്ട് ചെയ്ത ഡേറ്റ എല്ലാം എന്ത് ചെയ്യണം, നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായ ഓർഗനൈസേഷനിലൂടെ ചെയ്യണം. അതായത് കിട്ടിയ ഡേറ്റാസ് എല്ലാം നമുക്ക് ഓർഗനൈസ് ചെയ്യണം. ദ നഴ്സസ് യൂസസ് എ ഫോർമാറ്റ് ദാറ്റ് ഓർഗനൈസസ് ദ അസസ്മെന്റ് ഡേറ്റ സിസ്റ്റമാറ്റിക്കൽ. അതായത് നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററി കളക്ഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ഓർഗനൈസേഷനും ഉണ്ട്. ആദ്യം ജനറൽ അപ്പിയറൻസ്, അത് കഴിഞ്ഞ് ഹെഡ്, അത് കഴിഞ്ഞാൽ നെക്ക്, അത് കഴിഞ്ഞാൽ ചെസ്റ്റ്, അത് കഴിഞ്ഞാൽ ഹാൻഡ്, അത് കഴിഞ്ഞാൽ അബ്ഡോമൻ, അത് കഴിഞ്ഞാൽ ജെനിറ്റൽ ഓർഗൻസ്, പിന്നെ ലോവർ ലിംസ്, അങ്ങനെ ഓരോ അതൊരു ഓർഡറിലായിട്ട് നമുക്കൊരു ഫോം ഉണ്ട്. ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. സിസ്റ്റമാറ്റിക്കലി നമ്മൾ ഡേറ്റയെ ഓർഗനൈസ് ചെയ്യുന്നു. ദിസ് ഈസ് ഓഫൺ റെഫേർഡ് ടു as nursing health history or nursing assessment ഫോം. ഹെൽത്ത് ഹിസ്റ്ററി ഫോമോ അല്ലെങ്കിൽ അസസ്മെന്റ് ഫോമോ ഉണ്ടാകും, അതിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കിട്ടിയ ഡീറ്റെയിൽസ് എല്ലാം വാലിഡേറ്റ് ചെയ്യണം. അത് കറക്റ്റ് ഡീറ്റെയിൽസ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, വാലിഡേഷൻ ഓഫ് ഡേറ്റ. ഇൻഫർമേഷൻ ഗാതേർഡ് ഡ്യൂറിങ് അസസ്മെന്റ് ഈസ് ഡബിൾ ചെക്ക്ഡ് or verified to confirm that
ഇറ്റ് ഈസ് ആക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡബിൾ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യണം, അത് കൃത്യവും കംപ്ലീറ്റുമാണെന്ന് അറിയാൻ വാലിഡേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഡോക്യുമെന്റ്. നമ്മൾ അവിടെ ഡബിൾ ചെക്ക് കഴിഞ്ഞ് കൃത്യമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കറക്റ്റായിട്ട് നഴ്സസ് റെക്കോർഡ്സിൽ കറക്റ്റായിട്ട് കംപ്ലീറ്റ് അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൃത്യമായിട്ടുള്ള ഡേറ്റാസ് നമ്മൾ കൃത്യമായിട്ട് ഡേറ്റ എൻട്രി ചെയ്യുന്നു അല്ലെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. ദീസ് ഓൾ കംസ് അണ്ടർ അസസ്മെന്റ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് അസസ്മെന്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അസസ്മെന്റ് മെയിൻലി, വാട്ട് ഈസ് മീൻ ബൈ അസസ്മെന്റ്? It's a continuous collection as organization, validation and documentation of data or information. Mainly 4 types: initial nursing assessment, problem focused assessment, emergency assessment, time lapsed reassessment. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ പഠിച്ചു. പിന്നെ നമ്മുടെ സ്റ്റെപ്സ് ഓഫ് അസസ്മെന്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് അസസ്മെന്റ് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. അതെന്താന്ന് നമ്മൾ പറഞ്ഞു. ഈ ഡേറ്റ ഏതൊക്കെ ടൈപ്പാണ് കേട്ടോ, സബ്ജക്റ്റീവ് ഡേറ്റയും ഒബ്ജക്റ്റീവ് ഡേറ്റയും എന്നാണ് പറഞ്ഞു. അടുത്ത് ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് സോഴ്സസ് ഓഫ് ഡേറ്റ. പ്രൈമറി സോഴ്സും ഉണ്ട്, സെക്കൻഡറി സോഴ്സും ഉണ്ട്. പിന്നെ എങ്ങനെയാണ്, ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്? ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, എക്സാമിനേഷൻ, 3 മെത്തേഡ് ഉണ്ട്. പിന്നെ കിട്ടിയ ഡേറ്റാസ്, നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ ഇത് ഓർഗനൈസ് ചെയ്യുന്നു, പിന്നെ അത് വാലിഡേറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ അസസ്മെന്റ് സ്റ്റെപ്പ് തീർന്നു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് തീർന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്നോസിസ്. ദാറ്റ് ഈസ് nursing diagnosis. Nursing diagnosis. Okay, so assessment is here finished. Second one is diagnosing. അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വാലിഡേറ്റ് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്തു. ആ കിട്ടിയ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഡയഗ്നോസിസിൽ അനലൈസ് ചെയ്യണം. ഫസ്റ്റ് അനലൈസ് ദ ഡേറ്റ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിൽ നിന്നും ഹെൽത്ത് പ്രോബ്ലംസും ഹെൽത്ത് റിസ്കുകളും ഹെൽത്ത് സ്ട്രെങ്തുകളും ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡയഗ്നോസിസ് അല്ലെങ്കിൽ നഴ്സിംഗ് ഡയഗ്നോസിസ് ഫോം ചെയ്യുക. ഫോർമുലേറ്റ് നഴ്സിംഗ് ഡയഗ്നോസിസ്. ഓക്കെ, ഇത്രയുമാണ് ഡയഗ്നോസിംഗ് എന്നുള്ള സ്റ്റെപ്പിനകത്ത് വരുന്ന സ്റ്റെപ്പ്. അതിൻ്റെ കീഴിൽ വരുന്ന മറ്റ് സ്റ്റെപ്പുകൾ, ഡയഗ്നോസിംഗ് എന്ന കമ്പോണന്റിൽ വരുന്ന സ്റ്റെപ്സുകൾ. ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഹെൽത്ത് പ്രോബ്ലംസും റിസ്ക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ വി വിൽ ഫോം നഴ്സിംഗ് ഡയഗ്നോസിസ്. Okay, diagnosis means is the second phase of the nursing process. In this phase, nurses use critical thinking skills to interpret assessment data to identify client problems. അതായത് നമ്മുടെ നോർത്ത് അമേരിക്കൻ നഴ്സിംഗ് ഡയഗ്നോസിസ് അസോസിയേഷൻ അല്ലെങ്കിൽ നന്ദ ഡയഗ്നോസിസിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ പേഷ്യൻസിന്റെ ഈ കളക്ട് ചെയ്ത ഡേറ്റയിൽ നിന്നും നഴ്സിംഗ് ഡയഗ്നോസിസ് തീരുമാനിക്കുന്നു. പേഷ്യൻ്റെ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് നഴ്സിംഗ് ഡയഗ്നോസിസ് ഡിഫൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്യുന്നു. ഇതാണ് ഡയഗ്നോസിംഗ് എന്നുള്ള സ്റ്റെപ്പിൽ വരുന്നത്. ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് നേരത്തെ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെയാണ്, അതിൻ്റെ ആ ഒരു മീനിങ് തന്നെയാണുള്ളത്. ജസ്റ്റ് അതിന് വേണ്ട. ഇനി ടൈപ്സ് ഓഫ് നഴ്സിംഗ് ഡയഗ്നോസിസ്. ഏതൊക്കെ ടൈപ്പ് നഴ്സിംഗ് ഡയഗ്നോസിസ് ആണുള്ളത്? ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ആക്ച്വൽ ഡയഗ്നോസിസ്, second one health promotion diagnosis, and third one risk nursing diagnosis, and fourth one more diagnosis is there, വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിൻഡ്രോം ഡയഗ്നോസിസ് എന്ന് പറയും. സിൻഡ്രോം ഡയഗ്നോസിസ് അതിന് നോട്ടിൽ കൊടുത്തിട്ടില്ല, വളരെ റെയർ, ചില ബുക്കുകൾ മാത്രമേ ഉള്ളൂ സിൻഡ്രോം ഡയഗ്നോസിസ്. അതിൻ്റെ ഞാൻ എക്സ്പ്ലനേഷൻ തരാം. അപ്പം നമുക്ക് അതിൻ്റെ ടൈപ്സ് ഓഫ് ഡയഗ്നോസിസിലോട്ട് പോകാം. ഫസ്റ്റ് വൺ ഈസ് ആക്ച്വൽ ഡയഗ്നോസിസ്. എന്താണ് ആക്ച്വൽ ഡയഗ്നോസിസ്? വാട്ട് പ്രോബ്ലം ദ പേഷ്യൻറ്റ് currently having. Okay, currently what problem is occurring for the patient. Okay, എന്താണ് ഇപ്പോൾ നിലവിലുള്ള പേഷ്യൻ്റെ പ്രോബ്ലം? അതിനെയാണ് നമ്മൾ ആക്ച്വൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ക്ലയന്റ് പ്രോബ്ലം ദാറ്റ് ഈസ് പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ദ നഴ്സിംഗ് അസസ്മെന്റ്. നഴ്സിംഗ് അസസ്മെന്റ് നടത്തുന്ന സമയത്ത് പേഷ്യന്റ് ബ്ലീഡിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ഫീവർ ഉണ്ടാകും, അല്ലെങ്കിൽ ഊസിങ് ഉണ്ടാകും, അല്ലെങ്കിൽ കഫ് ഉണ്ടാകും, അല്ലെങ്കിൽ മോൾന്യൂട്രീഷൻ ഉണ്ടാകും, അല്ലെ, അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടാകും, അല്ലെ, എന്ത് പ്രോബ്ലം ആണോ പേഷ്യൻ്റ് അപ്പോഴുള്ളത് അതിനെ നമ്മൾ എന്ത് പറയുന്നു? ആക്ച്വൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ടൈപ്സ് ഓഫ് നഴ്സിംഗ് ഡയഗ്നോസിസ്. നെക്സ്റ്റ് ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള കണ്ടീഷനിൽ നിന്നും പേഷ്യൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയഗ്നോസിസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ടു ഇംപ്രൂവ് സ്ട്രെങ്ത്,
അല്ലേ? ടു ഇംപ്രൂവ് മെമ്മറി പവർ, അതായത് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അത്തരത്തിൽ വരുന്ന ഡയഗ്നോസിസിനെ ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസിസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, ചിലപ്പോൾ നമ്മൾ പേഷ്യന്റ് പറയുന്നത് ഹീസ് പ്രോൺ ടു ഗെറ്റ്, സസെപ്റ്റബിൾ ടു ഗെറ്റ് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ സസെപ്റ്റബിൾ ടു ഗെറ്റ് മാൾ ന്യൂട്രീഷൻ, സസെപ്റ്റബിൾ ടു വീക്ക് ലോസ്, റിസ്ക് ഫോർ വെയിറ്റ് ലോസ്, വീക്ക്നെസ്, അല്ലെ? ഇതുപോലെ സംഭവിക്കാം, ഇനി ഭാവിയിൽ അതിനുള്ള റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നഴ്സിംഗ് ഡയഗ്നോസിസ് പറയുന്നതിന് എന്ത് പറയുന്നു? റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസിസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസിസ് ഇസ് ദ ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് that a problem does not exist but the presence of risk factors, patient ഇപ്പോഴുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് they may get some other risk. Okay, risk for infection, risk for malnutrition, risk for weakness, risk for bleeding, okay, risk for fluid imbalance, risk for electrolyte imbalance, അതൊക്കെ എന്താണ്? റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ്. Then one more type nursing diagnosis there, syndrome diagnosis. ആ ഡയഗ്നോസിനകത്ത് രണ്ട് സിൻഡ്രോം ഡയഗ്നോസിസ് ആണ് ഉള്ളത്. റേപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോമ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് രണ്ട് സിൻഡ്രോം ഉണ്ട്. അപ്പൊ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ അർത്ഥം മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. കുറെ സിംറ്റംസ് ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴും നമ്മൾ അതിന് ചേർത്തിട്ട് പറയുന്ന ഡയഗ്നോസിസിനെയാണ് സിൻഡ്രോം ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ 4 nursing diagnosis. What are they? Actual diagnosis, health promotion diagnosis, risk nursing diagnosis, and the fourth one is syndrome diagnosis. Okay, next, components of nursing diagnosis. ഒരു നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൻ ആയിട്ട് 3 പാർട്ടുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ, ദ പ്രോബ്ലം. ഓക്കെ, സെക്കൻഡ് വൺ, ദ ഇറ്റിയോളജി ഓർ കോസ്, and the third one, defining characteristics. That means evidenced by, characterized by, relate, അല്ലെ, അങ്ങനെ നമ്മൾ എന്താ പറയുക, seen by, okay, observed by എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്ത്, അതിനുശേഷം നമ്മൾ ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ആൻഡ് oozy ഫ്രം ദ wound, അല്ലെ, ഡിക്രീസ്ഡ് BP എന്ന് പറഞ്ഞ് നമ്മൾ എന്താണോ അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് അതാണ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫീവർ അല്ലെങ്കിൽ എന്താ പറയുക, സർക്കുലേറ്ററി ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റ്, അങ്ങനെ എന്തെങ്കിലും പറയുന്നതിന് അത് പ്രോബ്ലം എന്ന് പറയുന്നു. അതിന് കാരണം പ്രൊഫ്യൂസ് ബ്ലീഡിങ്, അല്ലെങ്കിൽ ഡ്യൂ ടു ഇൻഫെക്ഷൻ, റിലേറ്റഡ് ടു ഇൻഫെക്ഷൻ, അല്ലെ, റിലേറ്റഡ് ടു ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇറ്റിയോളജി. Then what are the signs and symptoms we observed, that is characteristics. Okay, these are the 3 components of nursing diagnosis. Okay, health problem statement, what problem we identified, that is problem statement. Second one is etiology, so because of what reason it occurred, that is etiology, and why, how we understood that problem through signs and symptoms, that is defining characteristics. These are the 3 components of nursing diagnosis. Okay, how we can formulate a nursing diagnosis. First we have to identify the health problem and identify, and we should know the etiology of problem, and we should know the signs and symptoms. Then we can connect these 3 parts. These 3 parts we can connect for formulating nursing diagnosis. Like for example, here I am given acute pain, that is problem. Okay, problem, acute pain or pain is the problem. Okay, here it's given pain related to abdominal surgery. This is etiology. Because of surgery of the abdomen only he got pain. Okay, this is the cause. Etiology means cause, problem, pain. Okay, these 2 parts are connected by related to. Okay, pain related to surgery of abdomen, as evidenced by, എങ്ങനെ നമുക്കത് മനസ്സിലാക്കി, നമുക്ക് എങ്ങനെയത് കാണാൻ പറ്റി, അറിയാൻ പറ്റി, പേഷ്യൻ്റ് ഡിസ്കംഫേർട്ട്, പേഷ്യൻ്റെ ഡിസ്കംഫേർട്ടുകളിലൂടെ മനസ്സിലാക്കി. പിന്നെ നമ്മൾ പെയിൻ സ്കെയിൽ അസസ്മെന്റ് നടത്തിയപ്പോൾ പേഷ്യൻ്റ് അവിടെ 9 അല്ലെങ്കിൽ 10 സ്കോർ നൽകി, അല്ലെങ്കിൽ 8 സ്കോർ നൽകി. അതിൽ നിന്നൂടെ നമുക്ക് മനസ്സിലായി പേഷ്യൻ്റ് അക്യൂട്ട് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ സിവിയർ പെയിൻ ഉണ്ട് എന്നുള്ളത് നമുക്കവിടെ മനസ്സിലായി. ഓക്കെ, this is the way we are formulating nursing diagnosis. Okay, what are the 3 parts of nursing diagnosis? Problem, etiology, and signs and symptoms or defining characteristics. ഓക്കെ, അങ്ങനെ നമ്മുടെ നന്ദ ഡയഗ്നോസിസിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള
ഒരുപാട് നഴ്സിംഗ് ഡയഗ്നോസിസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. സർക്കുലേഷനിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നഴ്സിംഗ് ഡയഗ്നോസിസ് ഉണ്ട്. ഡിക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്, decreased cardiac output and risk for cardiac output, ineffective peripheral tissue perfusion, അങ്ങനെ ഒരുപാട് ഡയഗ്നോസിസ് ഇവിടെ കൊടുത്തിട്ട് ഒരു റെഫറൻസിന് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഇവിടെ എല്ലാം വായിക്കുന്നില്ല കേട്ടോ, കുറച്ച് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. റെസ്പിറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നഴ്സിംഗ് ഡയഗ്നോസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ റെഗുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിവിടെ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ഓരോ സ്ലൈഡായിട്ട് കാണിക്കാം. Nutrition, elimination, skin or tissue, neurological response, cognition, self-concept, mood regulation. These are the different diagnosis, nursing diagnosis related to some problems. Okay, you can use for reference. While you are writing essay, no need to write this nursing diagnosis. Just give 1 or 2 example, that is enough. Well-being, life principles, coping, lifespan processes, physical ability, energy balance, communication, social function, self-care, health promotion, self-harm, violence, health hazard, milieu hazard, reproduction, caregiving roles, family unit, community health. Okay, these are the different types of nursing diagnosis. Then you should know, and this is important 2-mark question, what is the difference between nursing diagnosis and medical diagnosis? If you are reading this table, no, you will understand very clearly. Okay, we are forming nursing diagnosis like increased temperature due to fever. Okay, related to fever, related to infection as evidenced by increased body temperature. അല്ലെ, നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത് നഴ്സിംഗ് ഡയഗ്നോസിസ്. പക്ഷെ മെഡിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ, മെഡിക്കൽ ഡയഗ്നോസിസ് പേഷ്യന്റ് ഈസ്, ഡോക്ടർ ഈസ് ടെല്ലിംഗ് ലൈക്ക് എ പേഷ്യന്റ് ഈസ് ഹാവിംഗ് pneumonia. That is medical diagnosis. This is the difference between medical diagnosis and nursing diagnosis. And nursing diagnosis is a statement of nursing judgment. As a nurse, what we are observed, what we understood, what are the signs and symptoms we find out, that from that we are making nursing diagnosis. Medical diagnosis means after thorough testing, laboratory test and all, after diagnostic evaluation, physician is telling a diagnosis for the patient: asthma, pneumonia, renal tumor, brain tumor, like that. Different conditions telling. These are medical diagnosis. Okay. So here you can see ineffective breathing pattern is nursing diagnosis. Asthma is medical diagnosis. Activity intolerance is in nursing diagnosis. So mainly it is due to cerebrovascular accident only, that is medical diagnosis. Acute pain is nursing diagnosis. Appendicitis is medical diagnosis. Disturbed body image is nursing diagnosis. Amputation is medical diagnosis. Okay, some example also given. Next step is after assessment, we formulated one nursing diagnosis. To solve that problem, we have to plan some interventions. Is it? We have to plan some actions. That step is known as planning. Okay. Then in the planning step, what we will do? First, we will prioritize the problems, and next we will formulate a goal, and then we will plan interventions, and next we will write the intervention. These all comes under planning stage, or that means third stage. Okay, next we will see planning involves decision making. We are taking a decision to solve that problem. First, we identified many problems. നമ്മൾ എന്ത് ചെയ്യുന്നു, പല പ്രോബ്ലംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ എന്ത് ചെയ്യും, ആദ്യം അതിനെ
പ്രയോറിറ്റൈസ് ചെയ്യും. അതിന് മുന്നേ നമ്മൾ അറിയേണ്ടത് പ്ലാനിങ്ങിന് പ്രധാനമായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ചിലപ്പോൾ 2 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. ടൈപ്സ് ഓഫ് പ്ലാനിങ്, ദറ്റ് ഈസ് ഇനിഷ്യൽ പ്ലാനിങ്, സെക്കൻഡ് വൺ ഓൺഗോയിങ് പ്ലാനിങ്, തേർഡ് വൺ ഡിസ്ചാർജ് പ്ലാനിങ്. നമുക്ക് അതിന് 3ന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇനിഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വേർഡിൽ തന്നെ ഉണ്ട്, പ്ലാനിങ് വിച്ച് ഇസ് ഡൺ ആഫ്റ്റർ ദ ഇനിഷ്യൽ അസസ്മെന്റ്. ആദ്യം നമ്മൾ ഇനിഷ്യൽ അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്നതിനെയാണ് ഇനിഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളപ്പോൾ അതിന് ഓരോ സ്റ്റേജസിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓൺഗോയിങ് പ്ലാനിങ് എന്ന് പറയുന്നു. നെക്സ്റ്റ് നമ്മൾ പേഷ്യന്റിനെ ആ ഡിസ്ചാർജ് കഴിഞ്ഞ് പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിന്റെ ആവശ്യകതകളെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിസ്ചാർജ് പ്ലാനിങ് എന്ന് പറയുന്നു. ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് പ്ലാനിങ്: ഇനിഷ്യൽ പ്ലാനിങ്, ongoing planning and discharge planning. Initial planning, ongoing planning and discharge planning. These are the 3 types of planning. Planning process എന്ന് പറഞ്ഞാൽ എന്താണ്? First we will already we identify the problem, we formulated nursing diagnosis. First thing is we have to prioritize. First what we have to solve, we have to decide. വളരെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വളരെ അധികം ആദ്യം പ്രയോറിറ്റി കൊടുക്കും. അത്ര എമർജൻസി അല്ലാത്ത കാര്യങ്ങൾക്ക് അടുത്തടുത്ത പ്രയോറിറ്റി കൊടുത്ത് പോകും. അങ്ങനെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ബ്രീത്തിങ് ആണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ നഴ്സിംഗ് ഡയഗ്നോസിസ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രയോറിറ്റി ബ്രീത്തിങ്ങിന് കൊടുക്കുന്നു. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ഗുഡ് എയർവേ അല്ലെങ്കിൽ ഗുഡ് ബ്രീത്തിങ് പാറ്റേൺ ഫോർ ദ പേഷ്യൻ്റ്. അത് നമ്മുടെ ഗോളായിട്ട് തയ്യാറാക്കുന്നു. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഇന്റർവെൻഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് അത് എഴുതുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലംസ് എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യുന്നു, അതിനൊരു ലക്ഷ്യം കണക്കാക്കുന്നു. അതിനുശേഷം അതിൽ എന്തൊക്കെ നമുക്ക് ഇന്റർവെൻഷൻസ് കൊടുക്കാം, എന്തൊക്കെ കെയർ നമുക്ക് കൊടുക്കാമെന്നുള്ളത് സെലക്ട് ചെയ്ത് അത് എഴുതുന്നു. ഇത്രയും എഴുതി വെക്കുന്നത് വരെയാണ് പ്ലാനിങ് സ്റ്റേജിനകത്ത് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സെറ്റിംഗ് പ്രയോറിറ്റി. ഞാനത് വായിക്കുന്നില്ല. മാസ്ലോ ഹൈറാർക്കി നീഡ് അനുസരിച്ച് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നുള്ള രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഓക്കെ, മാസ്ലോ ഹൈറാർക്കി നീഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ആദ്യം നമ്മുടെ ജീവൻ, നമ്മുടെ വായു, ജലം, ഭക്ഷണം, ഇതിനൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി, പിന്നെ റിലേഷൻഷിപ്പ്, അതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇതനുസരിച്ച് നമ്മൾ ഏറ്റവും ആദ്യം ഏതാണോ വേണ്ടത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതനുസരിച്ച് ഓർഗനൈസ് ചെയ്യുന്നു, പ്രയോറിറ്റൈസ് ചെയ്ത് അതിനൊരു ലക്ഷ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത നമ്മുടെ ആവശ്യകത അല്ലെങ്കിൽ നഴ്സിംഗ് ഡയഗ്നോസിസിന് നമ്മുടെ ലക്ഷ്യം ടു സോൾവ് ദാറ്റ്, മെയിൻറ്റെയിൻ കറക്റ്റ് ബോഡി ടെമ്പറേച്ചർ, മെയിൻറ്റെയിൻ ക്ലിയർ എയർവേ അല്ലെ, അല്ലെങ്കിൽ റെഡ്യൂസ് പെയിൻ അല്ലെ, അല്ലെങ്കിൽ നോർമൽ ബവൽ പാറ്റേൺ, അതാണ് നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത്. എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മുടെ ഗോളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ നഴ്സിംഗ് ഇന്റർവെൻഷൻസ് എല്ലാം പ്ലാൻ ചെയ്ത് എഴുതുന്നു. ഓക്കെ, അപ്പൊ ഇനി ഈ ഇന്റർവെൻഷൻസ് എന്ന് പറയുമ്പോൾ അതിന് പല ടൈപ്സ് ഉണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് കെയർ അല്ലെങ്കിൽ നഴ്സിംഗ് ആക്ഷൻസ്, നമ്മൾ എന്തൊക്കെ കെയർ കൊടുക്കുന്നു അതിനാണ് നഴ്സിംഗ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നഴ്സിംഗ് ഇന്റർവെൻഷൻസ് പല ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻഡിപെൻഡന്റ് ഇന്റർവെൻഷൻ, സെക്കൻഡ് വൺ ഡിപെൻഡന്റ് ഇന്റർവെൻഷൻ, തേർഡ് വൺ കൊളാബറേറ്റീവ് ഇന്റർവെൻഷൻ. ഇൻഡിപെൻഡന്റ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് ആക്ടിവിറ്റീസ് ദാറ്റ് നഴ്സസ് ആർ ലൈസൻസ്ഡ് ടു ഇനിഷ്യേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. അതായത് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് നമുക്ക് സ്പഞ്ച് ബാത്ത് കൊടുക്കുക, പേഷ്യന്റിന് പൊസിഷൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താ സിറ്റിംഗ് പൊസിഷൻ കൊടുക്കുക, ആംബുലേറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് സ്വയം, ആരും നമുക്ക് ഓർഡർ തരാതെ തന്നെ നമ്മൾ ലൈസൻസ്ഡ് ആയിരുന്നു നമുക്ക് സ്വയം ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്റർവെൻഷൻസ്, അതിനെയാണ് ഇൻഡിപെൻഡന്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യനോ ഒരു സൂപ്പർവിഷന്റെയോ അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റിയുടെയോ ഓർഡർ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതാണ് ഡിപെൻഡന്റ് ഇന്റർവെൻഷൻ. അതായത് അഡ്മിനിസ്റ്റർ പാരസിറ്റമോൾ, ഗീവ് IV ഫ്ലൂയിഡ് ഓർ ഗീവ് ആന്റിബയോട്ടിക്, ഓക്കെ, അത് സക്ഷൻ അല്ലെ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫിസിഷ്യന്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് പറയുന്നത്? ഡിപെൻഡന്റ് ഇന്റർവെൻഷൻസ് എന്ന് പറയുന്നു. ഇനി രണ്ട് ടീമും കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഇന്റർവെൻഷൻസ് ഉണ്ട്. ഹെൽത്ത് ടീമിലുള്ള എല്ലാവരും ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന ഇന്റർവെൻഷൻ ഉണ്ട്. അതിനെ കൊളാബറേറ്റീവ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നു. ഓക്കെ, ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് ഇന്റർവെൻഷൻസ്. വാട്ട് ആർ ദേ? ഇൻഡിപെൻഡന്റ് ഇന്റർവെൻഷൻ, ഡിപെൻഡന്റ് ഇന്റർവെൻഷൻ, കൊളാബറേറ്റീവ് ഇന്റർവെൻഷൻ. ഓക്കെ, then we will
we will find out the intervention and we will write that interventions in the care plan. Okay, we will formulate care plan. And the next step is, what are the plan we planned, or what are the interventions we planned? We have to implement that one. നമ്മൾ ആ interventions എല്ലാം നടപ്പിലാക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇംപ്ലിമെന്റേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഡൂയിങ് ആൻഡ് ഡോക്യുമെന്റിങ് ദ ആക്ടിവിറ്റി. ആ കാര്യങ്ങൾ ചെയ്യുക, ചെയ്തിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എഴുതുക. അതാണ് ഇംപ്ലിമെന്റേഷനകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ ഇംപ്ലിമെന്റിങ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡോക്യുമെന്റിങ് സ്റ്റെപ്സ്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ആ കെയർ കൊടുത്തതിന് ശേഷം ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. അതിന് പറയുന്നതാണ് ഇവാലുവേഷൻ. ദിസ് ഇസ് എ ഫൈനൽ സ്റ്റേജ് ഓഫ് നഴ്സിംഗ് പ്രോസസ്, ദറ്റ് ഈസ് evaluation. After giving care, we can't leave. We have to evaluate whether that care improved the health of patient. നമ്മൾ കെയർ കൊടുത്തപ്പോൾ പേഷ്യൻ്റെ ഹെൽത്തിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായോ, അല്ലെങ്കിൽ ഡിറ്റോറിയേഷൻ ഉണ്ടായോ, അതിൽ എന്തെങ്കിലും ചേഞ്ച് വന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇറ്റ്സ് എ പ്ലാൻഡ് ഓൺഗോയിങ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി which determines the progress of client health status and the effectiveness of nursing care plan. നമ്മൾ തയ്യാറാക്കി കെയർ കൊടുത്ത ഈ നഴ്സിംഗ് കെയർ പ്ലാൻ എത്രത്തോളം എഫക്റ്റീവായി എന്ന് മനസ്സിലാക്കുന്ന സ്റ്റെപ്പാണ് ഇവാലുവേഷൻ. അഗെയിൻ വി ഹാവ് ടു അസസ് ദ പേഷ്യൻറ്റ് ആൻഡ് ഇവാലുവേറ്റ് ദ പേഷ്യൻറ്റ്, ഹൗ മച്ച് പേഷ്യൻറ്റ് ഈസ് ഇംപ്രൂവ്ഡ്. Then we have to compare with the previous status of the patient. Okay, evaluation compare ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് മോഡിഫൈ ചെയ്യുക. ട്രെയിൻ ഒന്നുകിൽ നമുക്ക് ആ കെയർ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും മോഡിഫിക്കേഷൻസ് നടത്താം, അല്ലെങ്കിൽ ആ നഴ്സിംഗ് കെയർ പ്ലാൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് എഫക്റ്റീവ് വി ക്യാൻ ടെർമിനേറ്റ് ദാറ്റ് നഴ്സിംഗ് കെയർ പ്ലാൻ. ദീസ് ആർ ദ പോയിന്റ്സ് കമ്മിങ് അണ്ടർ ഇവാലുവേഷൻ സ്റ്റെപ്പ്. ഓക്കെ, അതായത് നമ്മൾ അസസ് ചെയ്ത് നമ്മൾ കെയർ കൊടുത്തു കഴിഞ്ഞിട്ട് അത് എഫക്റ്റീവ് ആയോ ഇല്ലയോ, അത് ഇനിയും കണ്ടിന്യൂ ചെയ്യണോ, അതോ അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണോ, അതോ നമുക്ക് ഈ കെയർ ഇവിടെ വെച്ച് നിർത്തണോ വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്ന സ്റ്റേജാണ് ഇവാലുവേഷൻ സ്റ്റേജ്. ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് നഴ്സിംഗ് പ്രോസസ്. ഓക്കെ, നമുക്കൊന്നുകൂടെ ആദ്യം മുതൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കൂടിച്ച് പറഞ്ഞു തരാം. നഴ്സിംഗ് പ്രോസസ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻ 5 steps. What are they? Assessment, nursing diagnosis, then planning. Okay, first nursing process ന്റെ definition എഴുതുക, അത് കഴിഞ്ഞ് purposes എഴുതുക, components എഴുതുക. 5 components നമ്മൾ ഡയഗ്രാം കാണിക്കുന്നു, അതിൽ ഓരോ കമ്പോണൻസും അറിഞ്ഞിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുന്നു, അത് കഴിഞ്ഞ് ഫസ്റ്റ് കമ്പോണന്റ് അസസ്മെന്റ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഡെഫിനിഷൻ വരുന്നു, ടൈപ്സ് ഓഫ് അസസ്മെന്റ് വരുന്നു, അത് ഓരോ ടൈപ്സും വിശദീകരിക്കുന്നു. അത് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട് കളക്ടിങ് ഡേറ്റ, ഡേറ്റയുടെ ടൈപ്പ് ഏതൊക്കെയാണ്, സോഴ്സസ് ഓഫ് ഡേറ്റ ഏതൊക്കെയാണ്, മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ ഏതൊക്കെയാണ്, പിന്നെ നമ്മൾ എന്താണ് ഓർഗനൈസ് ചെയ്യുന്നു, ഡേറ്റ വാലിഡേറ്റ് ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡയഗ്നോസിസ്. ദെൻ അന്ന് കിട്ടിയ ഡയഗ്നോസിസ് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രയോറിറ്റൈസ് ചെയ്ത്. അതിന് ഡയഗ്നോസിസ് പല ടൈപ്പ് ഉണ്ട്. ആക്ച്വൽ ഡയഗ്നോസിസ്, ഹെൽത്ത് പ്രൊമോഷൻ ഡയഗ്നോസിസ്, റിസ്ക് നഴ്സിംഗ് ഡയഗ്നോസിസ്, സിൻഡ്രോം ഡയഗ്നോസിസ്. പിന്നെ നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സ്, കമ്പോണൻസ് ഓഫ് നഴ്സിംഗ് ഡയഗ്നോസിസ്, പ്രോബ്ലം, ഇറ്റിയോളജി, ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അത് മൂന്നും കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ എക്സാമ്പിളും കൊടുക്കുന്നു. പിന്നെ ഇതൊന്നും നിങ്ങൾ ഇപ്പം കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, എസ് എയിൽ നിന്ന് റെഫറൻസിന് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ജസ്റ്റ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നഴ്സിംഗ് ഡയഗ്നോസിസ് മെഡിക്കൽ ഡയഗ്നോസിസ് തമ്മിലുള്ള വ്യത്യാസം. എക്സാമ്പിൾ. നെക്സ്റ്റ് സ്റ്റെപ്പ് പ്ലാനിങ്, നമ്മൾ കെയർ പ്ലാൻ ചെയ്യുന്നു. ഐഡന്റിഫൈ ചെയ്ത പ്രോബ്ലംസ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അതിന് ഗോൾ തയ്യാറാക്കി നമ്മൾ അതിനെ പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ 3 ടൈപ്പ് പ്ലാനിങ് ഉണ്ട്. ഇനിഷ്യൽ പ്ലാനിങ്, ഓൺഗോയിങ് പ്ലാനിങ്, ഡിസ്ചാർജ് പ്ലാനിങ്. അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. പിന്നെ പ്ലാനിങ് പ്രോസസ്, സെറ്റിംഗ് പ്രയോറിറ്റി, ഗോൾ ഫോർമുലേറ്റിംഗ് ആൻഡ് സെലക്ടിങ് നഴ്സിംഗ് ഇൻ്റർവെൻഷൻ, റൈറ്റിംഗ് നഴ്സിംഗ് ഇൻ്റർവെൻഷൻ എന്ത് ചെയ്യുന്നു, അതിനെ ജസ്റ്റ് വിശദീകരിക്കുന്നു. പിന്നെ ഏതൊക്കെ ടൈപ്പ് ഇൻ്റർവെൻഷൻ ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർവെൻഷൻ ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് ഇൻ്റർവെൻഷൻ ഉണ്ട്, കൊലാബറേറ്റീവ് ഇൻ്റർവെൻഷൻ ഉണ്ട്. നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്ത് നമ്മൾ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് ഡോക്യുമെൻറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് ഇവാലുവേഷൻ. അത് എഫക്റ്റീവ് ആയോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യണോ, മോഡിഫൈ ചെയ്യണോ, ടെർമിനേറ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു. ദിസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇവാലുവേഷൻ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസും സജഷൻസും എഴുതുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാത്തിനുപരി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അടുത്ത് വേണ്ട ടോപ്പിക്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.